അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കേക്ക് മുറിയുടെ ഭാഗമായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ധ്രുവതേ പെട്ടെന്ന് ചെയ്. കുഞ്ഞാറ്റേ എന്താ നമ്മുടെ കൂട്ടുകാരെല്ലാം ഉണ്ട്. ഇത് മിഥുൻ്റെ മോൻ ധ്രുവത്, മിഥുൻ്റെ മോള് കുഞ്ഞാറ്റ, ഇത് മിഥുൻ്റെ പെങ്ങടെ മോന്, ഇത് മിഥുൻ്റെ ഒരേ ഒരു ഭാര്യ. എന്തോ ആ പിന്നെ നാസിയുണ്ട്. ലുട്ടാപ്പി പിന്നെ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടേ ഇത് പെണ്ണുങ്ങളുടെ ഏരിയ. ക്ഷമിക്കുമ്പോൾ നാണമൊക്കെ മാറി. ഓ ഭയങ്കര ചൂട്. ആ ഉണ്ടോ എല്ലാരും കിട്ടുന്നോടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അമ്മയ്ക്കൊക്കെ എടുത്തു കൊടുക്കണം. ചേച്ചി മാത്രം ഇനി എന്റെ ബർത്ത്ഡേ പോയി കട്ട് ചെയ്യണം. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കഴിച്ചിട്ട് മോളെ പോടാ, ഞാൻ കട്ട് ചെയ്യും എല്ലാവർക്കും കൂടെ വേണ്ടിട്ട്. കട്ട് ചെയ്തിട്ട് എവിടേക്ക് തിന്നുന്നുണ്ട്. പോടാ, ഞാൻ എടുത്തോളാം. അതല്ല, അത് ഇതായി പോയി. ഞാൻ വെച്ചതല്ല, എന്റെ കയ്യിൽ നിന്ന് അടർന്നു പോയപ്പോ ഞാൻ താഴെ പോവാ. ഫോട്ടോ എടുക്കണം. ഇത് പഠിക്കും. മാറാം ഞാനോ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തില്ല ഇതുവരെ. ഫോട്ടോ എടുത്തില്ല. ഏതിലാണ് ഫോട്ടോ എടുക്കുന്നത്? അമ്മയോട് നോക്കിയിരിക്കോ? മോനെ നിർത്തി ഇങ്ങനെ ഇവിടെ വെച്ച് മോൻ പലരുണ്ടോ നാട്ടോ? വളരെ നിങ്ങൾക്ക് വെളിയിൽ പോയിട്ടുണ്ട്. അതിന്റെ അമ്മ അച്ഛനും
തളത്തിൽ ദിനേശനാ ഒന്ന് മൂലകന്മാർ താടിയോ അനിയനെ ഞാനും കേട്ടോ പക്ഷേ അതല്ല അവൻ ഇപ്പൊ തന്നെ ഞാൻ എല്ലാരെയും നോക്കുക ആരടിയത് ഒരു മനുഷ്യെ പറ്റില്ലാതെ ഒരു പാവം പിടിച്ച ചെറുക്കൻ ഇവിടെ നിൽക്കുന്ന പോലും ഓർക്കാതെ. അപ്പൊ നിങ്ങൾ കൈയിട്ട് വാരിയല്ലേ തിന്നുന്നത്? ഞങ്ങളെ പെയ്യ എടുത്ത് അയ്യോ അത് കൈയല്ലായിരിക്കും, വേറെന്തെങ്കിലും ആയിരിക്കില്ലേ? മോളെ വിഷമിക്കണ്ട, അടുത്ത പന്തി ഉണ്ട് മോക്ക്. ഓണത്തിന് പായസം കഞ്ഞിയായിരുന്നു. ഒരു പായസം വെക്കാൻ പറഞ്ഞേ കഞ്ഞി വെച്ചോണ്ടോ ഇവനിപ്പ അങ്ങ് പോവും, നീ ഇവിടെ തന്നെ നിക്കേണ്ടവനാ കേട്ടാ. പായസം വെക്കും. ആ നിന്റെ സ്വഭാവം ഞാൻ വെച്ച അത്രേ ഉള്ളു. ഷെമി 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 2 വാക്ക്. അച്ചാർ എടുത്തോണ്ട് അച്ചാർ നിനക്ക് വിളമ്പില്ലേ? ഇല്ല, നീ അച്ചാർ വിളമ്പിയ അച്ചാറേ എടുത്തോണ്ട് വാ. അമ്മ വല്ല പറയണ്ട അച്ചാർ കിട്ടൂല. അമ്മയ്ക്ക് കറി വേണമെന്നും വേണ്ടേ? ഇതാരാ പപ്പടം കൊടുത്ത് പറ്റിക്കണ എന്തോടാ കഴിച്ച് ക്ഷീണിച്ചിരിക്കുവാണോ? വിനോദ് ഞങ്ങളെക്കാട്ട് 3 പ്ലേറ്റ്. അയ്യോ ആണോ? ആ തിരിച്ചു കയറി വിടില്ല, കാറ്റ് പോവും. ആ കുഴപ്പമില്ല. ഇപ്പൊ ആംബുലൻസ് വിളിക്കേണ്ടി വരും. എന്തോന്ന് ഹനുമാന്റെ ഫിഗർ വേണോടാ? നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ എന്നെ ആക്കാൻ നോക്കിയതല്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം. ആ ക്യാമറ ഒന്ന് തിരിച്ചു പിടിച്ചപ്പോ ഒരു കുഴപ്പമില്ല, ഒന്നും അറിയാനില്ല. ഹനുമാൻ ഞാനല്ലല്ലോ പറഞ്ഞത്. എടാ നീ ആരാ ഹനുമാനാന്നറിയുന്നത്? ബിനോട് അമ്മായിപ്പൻ 1 ഗ്ലാസ് വെള്ളം കൊടുക്കാത്ത തീരാ സങ്കടത്തോടെ ഷെമി ഇവിടെ ഇരുന്ന് കരയുവാ നോക്കിയേ. ഉറക്കം വരും. ഉറക്കോളിയെല്ലാം കളിക്കായിരുന്നോ? എന്തായാലും ബിനോയ് ചേട്ടൻ വെക്കാത്ത ബിരിയാണി കണ്ട് അടിപൊളി വരുന്നല്ലേ. കേട്ടല്ല, ഞാൻ കള്ളത്തരം പറഞ്ഞ് തള്ളി നിന്നും പറയില്ല. കഞ്ഞി അവനും കുന്തിരിക്കും എടുത്തോണ്ട് വരും. ഓണത്തിന്റെ കഞ്ഞി പായസം പറഞ്ഞപ്പോ കഞ്ഞി വെച്ചോണ്ട് വന്നിരിക്കും. മതി നിർത്ത കഞ്ഞി കുടിച്ചാ ഒരു ആഗ്രഹം കഞ്ഞി കുടിക്കാന്ന് ചോദിക്കുന്നോ? രണ്ടുപേരും നിർത്തുന്നുണ്ടോ? ഏത് മനുഷ്യനും ഒരു അബദ്ധം പറ്റും. അതല്ല എന്തബദ്ധം? ഇച്ചായച്ചിന് കഞ്ഞി എടുക്കട്ടെ. ഇനി അടുത്ത് ലാസ്റ്റ് ചേട്ടന്റെ വക. അത് പായസക്കഞ്ഞിയായി പോയി പായസക്കഞ്ഞി ആയിപ്പോയത് എന്ത് വർത്താനമായി പറഞ്ഞത്? പായസക്കഞ്ഞി ആയിപ്പോയതോ? ഞങ്ങള് പോലെ തമാശക്ക് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സീരിയസ് അത് കഞ്ഞിന്ന് പറയാൻ കൊള്ളോ ആ സാധനത്തിന്? എന്റെ ഇച്ചായന് വിഷമല്ലേ, അതുകൊണ്ട് മാത്രം പക്ഷെ ഞങ്ങളോട് കഞ്ഞിന്ന് പറയില്ല, വിവരിച്ചാ പായസക്കഞ്ഞി. ഇപ്പൊ ഒരു വിറ്റുണ്ടായി കാണുന്നത് ഇത് കൊച്ചു കണ്ടില്ല, അതാ പറയാൻ ചേച്ചിയുടെ എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കൊച്ചു പറഞ്ഞേ. അത് എടുത്തപ്പോ പറയുന്നില്ല. അപ്പോഴാണ് കണ്ടത്. മുതലാളി ഉറക്കം വന്നുണ്ട്. സാധാരണ ആൾക്കാരെ ആരെ കണ്ടാൽ ആരെ പറഞ്ഞതാ? വീട്ടിൽ കൊണ്ടുപോവാ. പുതിയ ആള് എനിക്ക് കുടിക്കാതെ അല്ല ഇവിടെ എന്താ സംഗതി? ഞങ്ങളുടെ ഫോട്ടോ എടുത്തവര് ആരും ഇല്ലാത്ത ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. നന്നായി, അങ്ങനെയെങ്കിലും ഫോട്ടോ എടുത്തല്ലോ. ആരും ഇനി പറയത്തില്ലല്ലോ ഫോട്ടോ എടുത്തില്ലെന്ന്, ആരും ഫോട്ടോ എടുത്തന്നില്ലെന്ന് പറയത്തില്ലല്ലോ. ഫോട്ടോ എടുത്ത് ഞങ്ങൾ മരി. അല്ലെ നിങ്ങൾ 3 പേരും പറഞ്ഞിട്ടാണോ? ഇല്ല, പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും? യാദർച്ഛികമായിട്ട് വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, മായാവിയുടെ ഇച്ചാന്റെ സെയിം. അറിയത്തില്ല എങ്ങനെ
ഡാർക്കും ലൈറ്റ് കളറും. ഏകദേശം ഇവർക്ക് മാത്രം നാസി മാത്രം പച്ച. അത് പച്ച പിടിച്ച് നിക്കാൻ പിന്നെ മേക്കപ്പ് എല്ലാം ഞങ്ങൾ സ്വയമാണ്. സാരി വെച്ചാൽ രണ്ടുപേർക്ക് കൊടുത്തു തന്നു. ഡോറയുടെ സാരി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. എല്ലാവരും പറഞ്ഞ് ഡോറയ്ക്ക് മാത്രം നല്ല സാരി എടുത്തില്ല, ഏറ്റവും കുറഞ്ഞ സാരി എടുത്തത്, വലിയ ഭംഗിയില്ലാത്ത സാരി. അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്ത്. എന്തുവാ ഞങ്ങളും കൂടെ കേക്കട്ടെ. ഇത് പ്രിൻസ് അല്ല, ധ്രുവദേട്ടനാ. അങ്ങനെ ഷെമിയാണ് ഇന്നത്തെ ക്യാമറാമാൻ. പിന്നെ ഇപ്പുറത്തെ മ്യാനി. പിന്നെ ഇപ്പുറത്തും ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ആര്യയുടെയും സെയ്തിൻ്റെയും. ഞാൻ മാറണോ? ഇന്ന് നമ്മുടെ ആര്യയുടെ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം. സാരി എടുത്തതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ. ആര്യയ്ക്ക് നാണം വരുന്നോ? എൻ്റെ ലുട്ടാപ്പിയുടെ കളറ് സെയിം കളറ്. അതെങ്ങനെ വന്നെന്ന് മനസ്സിലായില്ല. എന്താടാന്നാ നിനക്ക് ഞാൻ വൈകിട്ട് ശമ്പളം തരുമ്പോ ആലോചിക്കുന്നുണ്ട് കേട്ടാ. ഞാനും ആലോചിക്കുന്നു. പെട്ടെന്ന് മാറി കഴിയും. കുറെ നേരം ആയാലും ഇരിക്കാൻ തുടങ്ങിട്ട്. എന്തോന്ന് പറഞ്ഞ രീതി അഭിനയിക്കുമ്പോൾ ആളൊന്നിന് 500 ബിരിയാണിയാ പറഞ്ഞത്. വീഡിയോ എടുക്കുമ്പോ ബിനോയെ പൊക്കി പറയണമെന്നാ. ആര് പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. വൈകുന്നേരം 500 രൂപ ചായ തരാന്നോ? ആര് പറഞ്ഞേ? പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ആണെങ്കിൽ കേക്ക് മുറി എല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്താ ശരണ്യ മുടിയൊക്കെ പിടിച്ചിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഇച്ചിരി കറി വിടറാ. കുഞ്ഞാറ്റയ്ക്ക് ഇച്ചിരി കറി വിട്. ഇവിടെ നമ്മളാണെങ്കിൽ വിളമ്പിന് വേണ്ടി നിർത്തിയിരിക്കുന്ന 3 പേരെയാണ്. ഒന്ന് നാസി, ഒന്ന് മിഥുൻ, പിന്നെ അപ്പുറത്തൊരു ലുട്ടാപ്പി ഉണ്ട്. സൂപ്പർവൈസർ ആയില്ലേ? ഒരു പണി എടുക്കാത്ത ബിനോയ്. ഓ, അടുത്തതായി കാണുന്ന കൊച്ചിന്റെ അച്ഛന്റെ പണിയെടുത്തിട്ട് ദേഹം മൊത്തം വിയർത്ത് കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടല്ല, ചുമ്മാ നിന്നാലും വിയർക്കും. അങ്ങനത്തെ ബോഡിയാണ്. അതായത് വിയർപ്പിന്റെ അസുഖമുള്ളവനെ. ഫുള്ള് വിയർത്ത് കുടിച്ച് ഇപ്പൊ വെള്ളം കോരി വീട്ടിട്ട് ഷർട്ട് കഴിയിട്ട് ഉണങ്ങാൻ എടുത്തോണ്ട് വന്നില്ലേ? രാത്രി 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ചേച്ചി വന്നു. എന്നെ കണ്ട പ്രായം തോന്നിക്കത്തില്ല. സന്തൂർ മമ്മിയാണോ? നമ്മുടെ സ്വന്തം ഇത്തായിട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക്. ഇത്തയാണ് എൻ്റെ മുടിയൊക്കെ ചെയ്തു തന്നത്. ഈയിടെ സ്പാ ചെയ്ത ഇത്തായായിരുന്നു. ഒരു ഹായ് പറഞ്ഞാൽ ഇത്ത വന്നിട്ടുണ്ട്. ഈ ചുന്ദരി ഏതാ? ചുന്ദരിയുടെ പേര് പറയാവാ? ഞങ്ങള് സൈലന്റാ, പരിചയമായിട്ടില്ല. പേര് ജാനകി അല്ലേ? ഒരു ഹായ് പറയാ വന്ന വീഡിയോക്ക്. ഹായ് ഒക്കെ ഞങ്ങൾ പറയാം.